വലിയ നോമ്പിൻ്റെ ഈ ദിനത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം. കുറച്ചുകൂടി തീക്ഷ്ണതയുണ്ടായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തപ്പെടാമായിരുന്നു എന്ന് പരിഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അലസതയാണ് പലപ്പോഴും നമ്മെ പിന്നോട്ടടിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷാ രംഗങ്ങളിൽ അവൻ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ പ്രവൃത്തിയിൽ ആ തീക്ഷ്ണതയുണ്ടായിരുന്നു. രാവേറെ അധ്വാനിച്ചിട്ടും വക്കോളവും വെള്ളം കോരി നിറയ്ക്കുവാൻ മനസ്സ് കാട്ടിയ കാനാവിലെ ശുശ്രൂഷകരിൽ ആ തീക്ഷ്ണതയുണ്ടായിരുന്നു. തീരത്ത് നടക്കുമ്പോൾ നേരം പോക്ക് പറയുന്നവരല്ല അവൻ തിരഞ്ഞത്. വല നന്നാക്കുന്നവരെയും മീൻ പിടിക്കുന്നവരെയും കർമ്മനിരതരായ തീക്ഷ്ണതയുള്ളയാൾ. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ എത്തിയ മഗ്ദലക്കാരത്തി മറിയയിലും ഈ തീക്ഷ്ണത കാണാനായിട്ട് സാധിക്കും. ഉള്ളിൽ കനൽ സൂക്ഷിക്കുന്നവർക്കാണ് ഇപ്രകാരം തീക്ഷ്ണതയുള്ളവരാകുവാൻ കഴിയുക. നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഭാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഈ നോമ്പുകാലം നമുക്ക് അല്പം കൂടെ ഉത്സാഹഭരിതരാകും. കർത്താവിന് അലസര ആവശ്യമില്ല. അവൻ തിരയുന്നത് ശുശ്രൂഷാരംഗങ്ങളിൽ തീക്ഷ്ണതയോടെ, ആവേശത്തോടെ, ഉത്സാഹത്തോടെ പ്രവർത്തന നിരതരാകുന്നവരെയാണ്. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവനമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. തഴവ മാർത്തമ്മ ഇടവയുടെ വലിയ നോമ്പിൻ്റെ ഭാഗമായുള്ള കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഇവിടെ സന്ദർശിക്കാൻ ഇടയായത്. ഇടവയിലെ ചില കമ്മിറ്റി അംഗങ്ങളും ആളുകളൊക്കെ ഇന്ന് ഇതിൽ സജീവരായി. പ്രത്യേകം എല്ലാവരും കൃത്യമായ സ്നേഹം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കാരുണ്യത്തിൻ്റെ ദോഷമായ ഒരു ചെറിയ തുക ഈ സ്ഥാപനത്തിൻ്റെ നമ്മൾക്ക് മുഖാന്തരമായിട്ട് പ്രാർത്ഥന ചെയ്ത്